ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ഹെയറിനെ കേളി ഹെയർ ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഹീറ്റിംഗ് ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, വെറും സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. പ്ലസ് 5 ഹെയർ സ്റ്റൈൽസ്, കേളി ഹെയറിനെ പറ്റിയ 5 ഹെയർ സ്റ്റൈൽസ് കാണിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മുടിയിൽ ജടയൊന്നും ഇല്ലാണ്ടാക്കുക, അതൊന്നും പാടില്ല, അത് നിർബന്ധമാണ്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സെക്ഷൻസ് എടുക്കണം. എത്ര ചെറിയ സെക്ഷൻ എടുക്കുന്നോ അത്രയും ബെനിഫിഷ്യലാണ് കേട്ടോ. എന്നിട്ട് ആ സെക്ഷൻ ഓഫ് മുടിയിൽ ഒന്നില്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതായിരിക്കും ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ വെള്ളം ഹാംഫുൾ ആണോ എന്ന് ചിലപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അലോവേറ ജെൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത്, ഏതെങ്കിലും അലോവേറ ജെൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. വെള്ളം ഉപയോഗിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെള്ളം ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ട് വെള്ളം ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റ് കിട്ടണത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സെക്ഷൻ ഓഫ് മുടിയുടെ അവിടേക്ക് സ്ട്രോ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കയറ്റിയാണ് വെച്ചിരിക്കുന്നത്, കുറച്ചും കൂടി ഇറക്കി വെക്കാം. കാരണം നീളമുള്ള മുടിയാണെങ്കിൽ നമുക്ക് ആ മുടി കംപ്ലീറ്റ്ലി സ്ട്രോയിലേക്ക് ചുറ്റണ്ടേ. അപ്പോൾ അറ്റെത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മേപ്പട്ടേക്ക് ചുറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോ അവിടെ വെച്ചിട്ട് അതിനൊരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ടൊന്ന്, ഒരു ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ടൊന്ന് ആദ്യം സെക്യൂർ ചെയ്യാം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഇത് ഫുള്ള് ഈ സ്ട്രോ കംപ്ലീറ്റ്ലി നമ്മുടെ മുടി ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്തിട്ട് അറ്റെത്തുമ്പോൾ ഇതിനെ ഒന്ന് മടക്കുക. ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം എഗെയിൻ ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാം. അപ്പോൾ എഗെയിൻ ഒന്നും കൂടി ഞാൻ പറയാം, സ്ട്രോ വെക്കുക, അതിനേക്കാളും മുമ്പ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അലോവേറ ജെൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് സ്ട്രോ വെച്ചിട്ട് ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ടൊന്ന് അതിന് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ഈ മുടി കംപ്ലീറ്റ്ലി ഈ സ്ട്രോയിൽ ഇങ്ങനെ ചുറ്റി 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 വെക്കുക. ഓക്കെ, അറ്റം എത്തണ വരെ. എന്നിട്ട് മുടിയുടെ അറ്റം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ട്രോയിൽ സ്പേസ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി മേപ്പട്ടേക്ക് കൊണ്ട് ചുറ്റി വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ മടക്കിയിട്ട് എഗെയിൻ ഇർക്കിളി സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സമയം. അപ്പോൾ രാത്രിയൊക്കെ ടി വി കാണാനിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ് കേട്ടോ, നമുക്ക് ഹീറ്റൊന്നും ഉപയോഗിക്കാണ്ട് കിട്ടുന്ന റിസൾട്ടല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. കുറച്ച് അധികം സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇർക്കിളി സ്ലൈഡ് ആകുമ്പോൾ ചെറുപ്പം ഒന്ന് തലയിലൊന്ന് കുത്തും, എസ്പെഷ്യലി നമ്മൾ ഇത് വെച്ചിട്ട് കിടക്കാൻ പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനൊരു രാത്രി ഫുള്ള് ഇത് വെച്ചിട്ട് കിടന്നു, എനിക്ക് മാനേജ് ചെയ്യാവുന്നൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റബ്ബർ ബാൻഡില്ലേ, അത് എസ്പെഷ്യലി നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡില്ലേ, അത് വെച്ചിട്ട് സെക്യൂർ ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇർക്കിളി സ്ലൈഡ് പോലെ നമ്മുടെ തലയിലേക്ക് അത്രയും അങ്ങോട്ട് കുത്തില്ല, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും കിടക്കുമ്പോൾ എസ്പെഷ്യലി. അപ്പോൾ അതിനായിട്ട് നമ്മൾ സിമ്പിളാണ്, ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അറ്റെത്തുമ്പോൾ മടക്കിയിട്ട് നമ്മൾ ഇർക്കിളി സ്ലൈഡ് കുത്തുന്നതിന് പകരം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചുറ്റി ചുറ്റി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ കുറച്ചുകൂടി സെക്യൂർ ആക്കി നിർത്തുക ഇർക്കിളി സ്ലൈഡാണ്. അതങ്ങനെ നല്ലോണം പിടിച്ചു നിർത്തും, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്. ഒരു രാത്രി ഫുള്ള് നമ്മൾ കിടന്നാലും നമുക്ക് അത് അങ്ങനെ പിടിച്ചു നിർത്തുക. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എത്ര നേരം അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നോ അത്രയും കേളി ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഒന്നും കൂടി പറയാം, എത്ര കുഞ്ഞ് സെക്ഷൻ എടുക്കണോ അത്രയും അടിപൊളിയാണ്. ഇതേ കണ്ടോ, ഞാൻ ഇപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യണത്, നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ഒന്നും ഇങ്ങനെ തൂങ്ങി കിടക്കും, അതായത് അറ്റമൊക്കെ ഇത്തിരി ലൂസായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അറ്റത്ത് ഇർക്കിളി സ്ലൈഡ്, നമ്മൾ ഏറ്റവും ആദ്യം ഇർക്കിളി സ്ലൈഡ് കുത്തിയതിന് ശേഷമല്ലോ സ്ട്രോ വെച്ചിട്ട് ചുറ്റണം. അങ്ങനെ ഇർക്കിളി സ്ലൈഡ് കുത്താണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ പിടിച്ച് ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് മടക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാലും മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇർക്കിളി സ്ലൈഡിൻ്റെ അത്രയൊരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഏകദേശം 1.5 മണിക്കൂറിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഒരു ഷവർ ക്യാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മീതയ്ക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് റാപ്പ് ചെയ്താൽ മതി. സോ ദാറ്റ് നമ്മൾ കിടക്കുമ്പോൾ അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 3-4 മണിക്കൂർ വെക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒരു രാത്രി ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും നമുക്ക്. എസ്പെഷ്യലി ഒരു വേവി ഹെയർ ആണെങ്കിൽ ഉണ്ടല്ലോ, സൂപ്പറായിട്ട് കിട്ടും. എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടിയില്ല, എന്നാലും ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാൻ രാവിലെ ഉറങ്ങി എനിക്ക് ഉടനെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തുറക്കാനായിട്ട് വേഗമാവാൻ. ഞാൻ പല്ല് വെച്ച് ഉടനെ തന്നെ ഓടി വന്നത്, അതെൻ്റെ മുഖം ഇങ്ങനെ ചീർത്തിരിക്കണം. ഉറങ്ങി എനിക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുഖം കുറച്ച് ചീർത്തിരിക്കില്ലേ. അപ്പോൾ അതാണ്. ഇനി നമുക്ക് സൂക്ഷിച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്യാം. ഒന്നുമില്ല, ഇർക്കിളി സ്ലൈഡ് ഊരുക,
അറ്റത്തെ രണ്ടറ്റത്തെയും ഇറുക്കിളി സ്ലൈഡ് മാറ്റുക. എന്നിട്ട് ആ സ്ട്രോ ഉണ്ടല്ലോ പതുക്കൊന്ന് വലിച്ചെടുക്കുക. അടിപൊളി ഗേൾസ് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇതിപ്പോൾ എൻ്റെ മുടി കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആയതുകൊണ്ടും കുറച്ചൊന്നിങ്ങനെ ഒഴുകി കിടക്കണ മുടി ആയതുകൊണ്ടും ഇത്തിരി പാടായിരുന്നു. അതേസമയം കുറച്ചൊന്ന് ഓൾറെഡി വേവി ആയിട്ടുള്ള ഹെയർ ആണ്, കുറച്ചൊന്ന് അതിനൊരു ടെക്സ്ചർ ഉണ്ടെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും. അത് മാത്രമല്ല, ഞാനിപ്പോൾ എടുത്തിരിക്കണേക്കാളും കുറച്ചുകൂടി ഒന്ന് ചെറിയ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിലും ബെറ്റർ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഹീറ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഇതേ പറഞ്ഞ പോലെ കുറച്ച് വേവിയാണ്, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ നമുക്കൊന്നൊരു ഡിഫറെൻറ്റ് ലുക്ക് വേണമെങ്കിൽ ഒരു തവണയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. എസ്പെഷ്യലി ഇപ്പോൾ ചുരുണ്ട മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല താല്പര്യമാണ് എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് ഊരിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ, നമ്മൾ ചെയ്യണ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈസിലി ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് പതുക്കെ ചെയ്യണം, മുടി പൊട്ടരുത്. റബ്ബർ ബാൻഡ് എസ്പെഷ്യലി ഊരുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കേൾസ് ഇതേപോലെ തന്നെ ഏകദേശം ഒരു ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈരരുത് കേട്ടോ, പിന്നെ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോവും ഈ കേൾസ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ദിവസം എനിക്ക് അങ്ങനെ തന്നെ നിന്നു. ഇതാണ് പിറ്റേ ദിവസത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇതിപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽസ് ഷൂട്ട് ചെയ്യണത്. എന്നാൽ ഒരു വിധമൊക്കെ നിന്നു. അന്നത്തെ ദിവസം സെയിം ഡേ നല്ല ചുരുണ്ടിട്ടായിരുന്നു, സെക്കൻഡ് ഡേ കുറച്ച് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ ഭാഗിച്ചിട്ട് ആ സെക്ഷന് ബാക്കിൽ നിന്ന് ഞാനൊരു മുടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുരുട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരുണ്ട മുടി ആയതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ഹെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുക ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. ചുരുണ്ട മുടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ജട കെട്ടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വലിക്കരുത് കേട്ടോ. ചുരുണ്ട മുടിയുടെ ഭംഗി എന്ന് പറയുന്നത് ആ ചുരുളിച്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ വലിക്കുന്നതോറും അത് സ്ട്രെയിറ്റ് ആകുമ്പോൾ ആ ഒരു ഭംഗി പോവുകയാണ്. അപ്പോൾ മാക്സിമം എപ്പോഴും കേളി ഹെയർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഹെയർ സ്റ്റൈൽസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് ചെയ്യുക. ആ കേളി ആ ഒരു ലുക്ക് നമുക്ക് ഉണ്ടാവണതാണ് ഭംഗി. എന്നിട്ട് അപ്പുറത്തെ സൈഡിലും ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യണത്. ഒരു സെക്ഷൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ജട പെടില്ല കേട്ടോ. അപ്പം അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഫ്രണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇത് കേളി ഹെയറിന് നല്ല രസമായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഫ്രണ്ടിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും, പിന്നെ ബാക്കിലേക്ക് കേളി ഹെയർ ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്. സൽവാസിൻ്റെയും കുർത്താസ്, കൂടുതലൊരു ഇൻഡോ വെസ്റ്റേൺ ഇന്ത്യൻ വെയർസിനൊക്കെ നന്നായിട്ട് ചേരും. അടുത്ത ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാ ഹെയർ സ്റ്റൈൽസിൻ്റെ പ്രത്യേകത, ഈ 5 ഹെയർ സ്റ്റൈലിനും നമ്മൾ കോമ്പ് ഉപയോഗിക്കുന്നില്ല, ചീർപ്പ് ഉപയോഗിക്കാനാണ് ചെയ്യുന്നത്. കേളി ഹെയറിന് മാക്സിമം ചീർപ്പ് ഉപയോഗിക്കാണ്ട് ഹെയർ സ്റ്റൈൽസ് ചെയ്യുന്നതാണ് ഭംഗി. ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കൈകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മേപ്പട്ടേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുരുട്ടിയിട്ട് അതിനെ ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു പുഫ് വരും. എന്നിട്ട് ഒരു ക്ലച്ച് ക്ലിപ്പ് വെച്ചിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതും സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് മാത്രമല്ല, റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ജട കെട്ടാൻ സാധ്യതയുണ്ട്. ക്ലച്ച് ക്ലിപ്പ് ആകുമ്പോൾ ഇടാനും എളുപ്പമാണ്, ഇത് ഊരിയെടുക്കാനും എളുപ്പമാണ്. ആ കേളി ഹെയറിൻ്റെ ഒരു ഭംഗിയും ഉണ്ടാവും. അപ്പോൾ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്, നമുക്കൊരു ഹാഫ് ബണ്ണ് കെട്ടാം. കേളി ഹെയറിന് പെർഫെക്റ്റ് ആണ് കേട്ടോ ഹാഫ് ബണ്ണ്. അതിനായിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ ഓഫ് മുടി കൈകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചുറ്റുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളി പുറത്തേക്ക് എടുക്കുന്നില്ല, ഇതേപോലെ ഒരു ബണ്ണാക്കി മാറ്റാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ടെലിഫോൺ വയർ പോലത്തെ റബ്ബർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അത്ര ജട കിട്ടില്ല. എന്നിട്ട് അതിന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട്, ഇപ്പം എൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലുക്കാണ്, പക്ഷെ നമുക്കത് ശരി ആക്കിയെടുക്കാം. എഗെയിൻ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ബണ്ണായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിപ്പ് കുത്തണേക്കാളും നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹെയർ പിന്നൊക്കെ കുത്തണേക്കാട്ടിനും കുറച്ചുകൂടി നല്ല നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. പിന്നെ ഹാഫ് ബൺ ഇപ്പോൾ നല്ല ട്രെൻഡാണ്. നമുക്ക് ജീൻസ് ടോപ്പ് അങ്ങനെ ഒക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്, നല്ല ലുക്കാണ് ശരിക്കും. അപ്പോൾ നമുക്ക് നാലാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. അതിനായിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ ഒരു സെക്ഷൻ ഓഫ് മുടിയില്ലേ, അതിനെ എടുത്തിട്ട്, അതിപ്പോൾ എൻ്റെ കട്ട് ചെയ്തിട്ടിരിക്കുന്ന മുടിയാണ്, കട്ട് ചെയ്യാത്ത മുടിയാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു സെക്ഷൻ ഓഫ് മുടീനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അതിനെ ഒന്ന് ചുരുട്ടിയിട്ട് ഒരു ക്ലച്ച് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ടിക് ടാക്ക് പിന്ന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. നമുക്ക് ബേസിക്കലി ആ മുടീനെ ഒന്ന് മാറ്റി നിർത്തണമെന്നേ ഉള്ളൂ. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ ബാക്കി മുടീനെ എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു പോണി ടെയിൽ കെട്ടുക കേട്ടോ. ഇത് ബേസിക്കലി ഒരു പോണി ടെയിൽ ഹെയർ സ്റ്റൈലാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മുടി ഉണ്ടല്ലോ അതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കി എടുത്തിട്ട് അതിനൊന്ന് ചുരുട്ടി അതിനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മുടി സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി നീളമുള്ള മുടിയാണെങ്കിൽ ബാക്കി മുടി ഉണ്ടാവും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പോണി ടെയിലിൻ്റെ ആ നമ്മൾ കെട്ടി വെച്ചിട്ടില്ലേ ഭാഗം, ആ വയറിന് ചുറ്റും ആ മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെക്കുക. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള മുടി ആ
ഹെയർ ബാൻഡ് കാണാത്ത വിധത്തിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ചുറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതും കേളി ഹെയറിന് നല്ലതാണ്. എല്ലാം കൂടി മുടി വലിച്ച് പോണിറ്റെയിൽ കെട്ടണേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ ആ കേളി ഹെയറിൻ്റെ ഭംഗി ശരിക്കും നന്നായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അടുത്തത് ലാസ്റ്റ് 5ാമത്തെ ഹെയർ സ്റ്റൈലാണ്. അതിനായിട്ട് നമുക്കൊരു ബൺ കെട്ടാം. സിമ്പിളാണ് ബൺ കെട്ടാനായിട്ട്. എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് മേപ്പട്ടേക്ക് എടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. ഒന്നിനും നമ്മൾ കോമ്പ് ഉപയോഗിക്കുന്നില്ല. മാക്സിമം കോമ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. അതാണ് കേളി ഹെയറിൻ്റെ ഭംഗി എടുത്ത് കാണിക്കാൻ നല്ലത്. ഒന്നുമില്ല, ജസ്റ്റ് മേപ്പട്ടേക്ക് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റി വെക്കുക. എന്നിട്ട് ഒരു ക്ലച്ച് ക്ലിപ്പ് വെക്കുക ബാക്കിലേക്ക്. അങ്ങനെയാകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ക്ലച്ച് ക്ലിപ്പ് കാണൂല. ഇത് ചെയ്യാനും നല്ല എളുപ്പമാണ്. ജസ്റ്റ് 1 മിനിറ്റിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നു മാത്രമല്ല, നമുക്കിത് ഊരുമ്പോൾ മുടിയൊന്നും പൊട്ടി പോവില്ല. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു ബൺ എടുത്തിട്ട് ഒരു ബാൻഡ് എടുത്തിട്ട്, എന്തെങ്കിലും ഒരു ഭംഗിയുള്ളൊരു ബാൻഡ് എടുത്തിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ വെക്കുക. ക്ലച്ച് ക്ലിപ്പ് ഇരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ, അതല്ല അത് രസമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് ഊരിയെടുക്കാം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ആ ബണ്ണിന് ചുറ്റും ഇങ്ങനെ നല്ല രസമുള്ളൊരു ബാൻഡ് വയ്ക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇതും നല്ല എളുപ്പമാണ്. ഇതെല്ലാം നമ്മൾക്ക് 2 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, കേളി ഹെയറിൻ്റെ ഭംഗി അതിൻ്റെ ആ ഒരു കേളിനെസ് ആണ്. ഇങ്ങനെ ചുരുണ്ടിരിക്കണതാണ്. അതിനെ നമ്മൾ മാക്സിമം അങ്ങനെ തന്നെ നിർത്തുക. അങ്ങനെ ഹെയർ സ്റ്റൈൽസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽസ് എല്ലാം ട്രൈ ചെയ്യുക. കേളി ഹെയർ ഉള്ളവർ, സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്കും ട്രൈ ചെയ്യാം. എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.